Hi all. നമ്മുടെ എംപാനൽഡ് ലൈസൻസ് അല്ലെങ്കിൽ സെറ്റ് സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു പാർട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രീവിയസ് പാർട്ടിൽ എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫയൽ നമ്മൾ ഡ്രാഫ്റ്റ് അപ്ലിക്കേഷൻ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു. അത് സ്ക്രൂട്ടിനിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതിപ്പോൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഡ്രാഫ്റ്റ് അപ്ലിക്കേഷനിൽ ഇപ്പോൾ അത് കാണാനില്ല. ദെൻ നമ്മൾ എടുത്ത് നോക്കുന്നത് സബ്മിഷൻ പെൻഡിങ്, അതിൽ സ്ക്രൂട്ടിനിറ്റി പാസ്ഡ് എന്നുള്ള ടാബ്, അതിൽ സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അണ്ടറിലുള്ള സബ്മിഷൻ പെൻഡിങ് എന്നുള്ള ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ആ ഫയൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോകേണ്ടത് റിപ്പോർട്ട് എടുത്ത് അതിൻ്റെ ഡ്രോയിങ് PDF ഒന്ന് ചെക്ക് ചെയ്യുക. ഡ്രോയിങ് PDF നമുക്ക് കൊടുത്ത പ്രകാരമല്ലേ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഈ പറയുന്ന 3 പേജ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്ക്രൂട്ടിനിറ്റി റിപ്പോർട്ട് എടുക്കുക. ദെൻ അതിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊന്ന് മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ആക്ഷനിൽ ജനറേറ്റ് ഫയൽ നമ്പർ എന്നുള്ളതാണ്. ഞാൻ അതും ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്നുള്ള ടാബ് ഉണ്ടായിരിക്കില്ല, നമുക്ക് പകരം ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ആക്ഷനിൽ നമ്മൾ ജനറേറ്റ് ഫയൽ നമ്പർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ BA നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ഷനിൽ ജനറേറ്റ് പെർമിറ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ആക്ഷൻ അല്ല കാണുന്നത്, കാരണം ഞാൻ ഓൾറെഡി ആക്ഷനിൽ ജനറേറ്റ് ഫയൽ നമ്പർ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ സബ്മിറ്റ് എന്നുള്ള ടാബ് കാണുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ ആയിരിക്കും കാണുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ചാൽ BA നമ്പർ കൂടെ എടുക്കുന്നുണ്ട്. അവിടെ SC എന്നുള്ളൊരു ബാർട്ട് കാണാം. അതിൻ്റെ അർത്ഥം സെൽഫ് സർട്ടിഫിക്കേഷൻ വഴി കൊടുത്തുള്ള BA നമ്പർ ആണെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഫീസ് അടക്കലാണ്. നമ്മൾ ഫീസിൻ്റെ ടാബ് എടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ഫീസ് അടച്ചു കഴിഞ്ഞു. ഇവിടെ അപ്ലിക്കേഷൻ ഫീസും പെർമിറ്റ് ഫീസും കിടക്കുന്നുണ്ട്. നമ്മൾ അത് അടയ്ക്കുക. അത് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള വീഡിയോസൊക്കെ ഞാൻ പ്രീവിയസിൽ ഇട്ടിട്ടുണ്ട്. സെയിം മെത്തേഡ് നിങ്ങൾക്ക് അടയ്ക്കാം. ഇപ്പോൾ ഒക്കെ പെർമിറ്റ് ഫീസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ ഭാവിയിൽ ഇപ്പോൾ നമ്മുടെ റൂൾ വന്നതിന് ശേഷം പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് അവിടെ കാണിക്കും. അത് കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആവുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദെൻ പ്രിന്റ് റെസീറ്റ് ഒക്കെ നമുക്ക് പാർട്ടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അത് അവർ പാർട്ടിയാണ് കൊടുക്കുക, ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ റെസീറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പ്രിന്റ് റെസീറ്റ് എടുത്ത് അവർക്ക് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ പ്രിന്റ് അടിച്ചോ കൊടുക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ സബ്മിഷൻ ആണ്. നമുക്ക് ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ ഇത് അപ്ലിക്കേഷൻ ഫോം ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ജസ്റ്റ് എടുക്കുമ്പോൾ കാണാം നോ റിപ്പോർട്ട് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുന്നില്ല. അതിനർത്ഥം ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്താലാണ് നമുക്കിത് മുനിസിപ്പാലിറ്റിയിൽ ക്ലർക്കിൻ്റെ സെക്ഷനിലേക്ക് ഈ ഫയൽ എത്തുക. അപ്പോൾ പിന്നെ ശേഷം നമുക്കിത് കാണാൻ പറ്റുക ഔട്ട് ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എടുക്കുന്ന ഫയൽ നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് റിപ്പോർട്ടിലെ അക്നോളജ്മെന്റ് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് ഇനി സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ എവിടെ കിടക്കും, നമുക്ക് ഔട്ട് ബോക്സിലാണ് കാണുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫയൽ ഇതേ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ സബ്മിറ്റ് കൊടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫയൽ ഇവിടുന്ന് പോയി നമുക്ക് ഇനി നെക്സ്റ്റ് കാണാൻ പറ്റും, നമുക്ക് നമ്മുടെ ഔട്ട് ബോക്സിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഈ ഔട്ട് ബോക്സിലാണ് ഫയൽ കാണുക. നമ്മൾ ഔട്ട് ബോക്സ് എടുത്തപ്പോൾ നമ്മുടെ ഫയൽ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ അർത്ഥം മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി എന്നാണ്. ഞാനൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ സബ്മിഷൻ പെൻഡിങ് എന്നുള്ള എടുത്തു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ PDF ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ ആക്ഷനിൽ നമ്മൾ അതിൻ്റെ ഈ പറഞ്ഞ ഫയൽ നമ്പർ ജനറേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഫീസ് അടച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേജ് കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഒന്നും ജനറേറ്റ് ചെയ്യപ്പെടില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്മിഷൻ കൊടുക്കണം. നമ്മൾ സബ്മിഷൻ കൊടുത്തു, അത് നേരെ ഔട്ട് ബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കി. ഇതിൽ BA നമ്പറിൻ്റെ കൂടെ SC കാണുന്നത് സെൽഫ് സർട്ടിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം ഓർപ്പെടുത്തണം ഒന്നുകൂടി. ദെൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നോക്കി കാണാം റിപ്പോർട്ടിലെ അപ്ലിക്കേഷൻ ഫോം, അപ്രൂവൽ, നമ്മുടെ പെർമിറ്റ്, അക്നോളജ്മെന്റ്, സ്ക്രൂട്ടിനിറ്റി, PDF ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഓരോന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ PDF ആണെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്കിത് നമ്മളെ ആ ഡ്രോയിങ്ങിൻ്റെ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുക. നമ്മുടെ അന്ന് കൊടുത്ത ഡ്രോയിങ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിഗ്നേച്ചറൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചറിയാം നമ്മുടെ എഞ്ചിനീയറുടെ സിഗ്നേച്ചർ ഇവിടെ കാണത്തില്ല. നമുക്ക് പകരം നമ്മുടെ ഓണറുടെയും അതുപോലെ തന്നെ ലൈസൻസിയുടെയും മാത്രമേ സിഗ്നേച്ചർ കാണുള്ളൂ. അപ്പോൾ ഒരു QR കോഡ് ശ്രദ്ധിച്ചൊന്നും അറിയില്ല നിങ്ങൾ. QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ QR കോഡിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാങ്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പെർമിറ്റിന് പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും
അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫർദർ എന്തെങ്കിലും പുതിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ, അതായത് സ്റ്റഡി ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ QR കോഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ പ്ലാനിൽ തന്നെ നമുക്ക് QR കോഡ് വെച്ചിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ദെൻ നമുക്ക് സ്ക്രൂട്ടിനിറ്റി റിപ്പോർട്ട് ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ദെൻ അക്നോളജ്മെന്റ് നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് കാണാം. അക്നോളജ്മെന്റ് ഇതാണ് പേജ് അക്നോളജ്മെന്റ്. അപ്പോൾ അതിൽ നമുക്ക് കൈപ്പറ്റ റെസീറ്റ് നമുക്കത് കിട്ടി എന്നുള്ളതിൻ്റെ റെസീറ്റാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് ആ ഫയലിൽ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്നതാണ് അപ്രൂവൽ ലെറ്ററും അപ്ലിക്കേഷൻ ഫോം. അപ്ലിക്കേഷൻ ഫോം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്ലിക്കേഷൻ ഫോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ അതിൽ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും അപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, അതിൽ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ കംപ്ലീറ്റ് ഡിക്ലറേഷൻസ് കൊടുത്ത് നമ്മുടെ സിഗ്നേച്ചർ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. അവിടെ നമുക്ക് മുനിസിപ്പാലിറ്റി എന്നുള്ള അധികാരികളുടെ സിഗ്നേച്ചർ ഒന്നും ഇതിൽ ഉണ്ടാവില്ല. ഓൾറെഡി അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ലൈസൻസും നമ്മുടെ സീലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ലൈസൻസിൻ്റെയും ഓണറുടെയും അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതാണ് അപ്ലിക്കേഷൻ ഫോം. ഇതിൽ നമുക്ക് അപ്രൂവൽ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അപ്രൂവൽ ലെറ്റർ ഓപ്പൺ ആക്കി ഇത് അപ്രൂവൽ ലെറ്റർ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. നോക്കുക, താഴേക്ക് ആക്കുക. അപ്രൂവൽ ലെറ്ററിലും ഇതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ മുനിസിപ്പാലിറ്റി അധികാരികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ടാവും, സിഗ്നേച്ചറൊന്നും ഉണ്ടായിരിക്കില്ല. അതിനർത്ഥം നമുക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്ത് പെർമിറ്റ് എടുക്കും. പക്ഷേ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലും കംപ്ലീറ്റ് ആവണം. സ്റ്റേജിൽ തറപ്പണി കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റേജ് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഇനി വരും. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ അത് വെച്ചതിന് ശേഷം നമ്മൾ മുനിസിപ്പാലിറ്റിൻ്റെ അധികാരികളൊക്കെ വന്ന് അത് പരിശോധിച്ച് അവർ ഉറപ്പുവരുത്തുന്നതോടെയാണ് നമ്മുടെ പെർമിറ്റ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഇതിനകം നമുക്ക് ഈ പെർമിറ്റ് പ്രിന്റ് എടുത്തുകൊണ്ട് നമുക്ക് പെർമിറ്റ് കിട്ടിയെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് നമ്മുടെ പരിപൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് തുടങ്ങുന്നത് എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് പ്ലാൻ കിട്ടി, അതിൻ്റെ പെർമിറ്റ് കിട്ടി, then അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം കിട്ടി, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി ആയിട്ടൊന്നും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട. കാരണം നമ്മൾ സബ്മിറ്റ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന കോപ്പി അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. വേറെ ഹാർഡ് കോപ്പി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഈ സിഗ്നേച്ചർ ചെയ്തതിൻ്റെ കംപ്ലീഷൻ, അതായത് പെർമിറ്റിൻ്റെ കേസ് നമ്മളൊന്നുകൂടിയും ഫൈനലൈസ് ചെയ്യും. അപ്പോൾ അത് അടുത്ത സ്റ്റേജാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്കതിൽ പറയാനായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഔട്ട് ബോക്സിലാണ് നമ്മുടെ ഫയലൊന്ന് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പെർമിറ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പെർമിറ്റിൻ്റെ പ്രത്യേകതകൾ, അതിൽ നിന്ന് വന്ന മാറ്റങ്ങളും. അപ്പോൾ ഈ മെത്തേഡ് ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രാഫ്റ്റ് അപ്ലിക്കേഷനും അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ സബ്മിഷൻ പെൻഡിങ് എന്ന ടാബ്, നെക്സ്റ്റ് ഔട്ട് ബോക്സ് സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ 3 പ്രൊസീജിയറിലൂടെ നമുക്ക് പെർമിറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വയ്ക്കാം. പണ്ടത്തെ മാതിരി എയുടെ സിഗ്നേച്ചർ ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നു, PDF ആക്കുന്നു, ആ സിസ്റ്റം ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ നിലവിൽ എയുടെ സിഗ്നേച്ചർ മറ്റു കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. നമ്മുടെ ഇമേജ് മാത്രം, നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിൻ്റെ ഇമേജ് മാത്രമായിരിക്കും. കാരണം അതിൽ സെൽഫ് സാക്ഷ്യപ്പെടുത്തിയ പെർമിറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഒരു ഭയം കൂടാതെ എന്ത് ചെയ്യുക, സെൽഫ് സർട്ടിഫിക്കേഷൻ വഴിയായിട്ട് ലോ റിസ്ക് ബിൽഡിങ്ങിനൊക്കെ പെർമിറ്റിന് അപ്ലൈ ചെയ്തോളൂ. ഇപ്പോൾ നമുക്ക് അനുവദിച്ച സമയപരിധി കഴിയുന്നതിനുള്ളിൽ നമ്മൾ പറയുന്ന ലൈസൻസ്, എംപാനൽ ലൈസൻസ് എടുക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിക്കോളൂ. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻസ് അറിയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.